ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടമുള്ള മയോണൈസ് ഹെൽത്തി ആയിട്ടും അതേപോലെ ഈസി ആയിട്ടും എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓയിലോ എഗ്ഗോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാണ് ഈ മയോണൈസ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യമായി ഒരു പാനിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിക്കുക. ഞാനിവിടെ കവർ പാലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ടൈപ്പ് പാൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം തീ ഓണാക്കി ഹൈ ഫ്ലെയിമിൽ വെച്ച് പാൽ തിളപ്പിച്ചെടുക്കുക. പാൽ തിളയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടതാണ്. പാട ഉണ്ടാകാതിരിക്കാനും പാൽ അടിക്ക് പിടിക്കാതിരിക്കാനുമാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. പാൽ തിളച്ച് വരുമ്പോഴേക്കും തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനേഗർ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ ഒഴിക്കുമ്പോൾ പാൽ പിരിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് 1/2 ടേബിൾ സ്പൂൺ വിനേഗർ കൂടി ഒഴിക്കാവുന്നതാണ്. വിനേഗറിന് പകരമായിട്ട് നമുക്ക് ലൈം ജ്യൂസും ഉപയോഗിക്കാവുന്നതാണ്. നാരങ്ങ ഇല്ലാത്തവർക്ക് വിനാഗിരി ഉപയോഗിക്കാം. അതിനുശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പാല് പിരിഞ്ഞ് നമ്മൾ പനീർ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ആവുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വെള്ളം പച്ച കളറും അതുപോലെ പാല് കട്ട പിടിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മൾ ഒരു അരിപ്പയിലൂടെ അരിച്ച് എടുത്ത് വെള്ളവും കട്ട പിടിച്ചിട്ടുള്ള പാലും സെപ്പറേറ്റ് ചെയ്യുക. അത് നമ്മൾ തണുക്കാനായിട്ട് അനുവദിക്കുക. അതിനുവേണ്ടി നമ്മളത് റെസ്റ്റ് ചെയ്യുക. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ തണുത്ത പാലിൻ്റെ ആ പിരിഞ്ഞ പോർഷൻ ചേർത്തിട്ട് അതിലേക്ക് നമ്മൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ വിനാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങ നീരും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിലേക്ക് 1 നുള്ള് കുരുമുളക് പൊടി, 2 നുള്ള് ഷുഗർ, 1 ടീസ്പൂൺ ബട്ടർ. നിങ്ങൾക്ക് സോൾട്ടഡോ അൺസോൾട്ടഡോ ആയിട്ടുള്ള ബട്ടർ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ സോൾട്ടഡ് ബട്ടറാണ് ഉപയോഗിച്ചേക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മിൽക്ക്, അതേപോലെ ഒരു നുള്ള് ഉപ്പ്, പിന്നെ 1 വെളുത്തുള്ളിയുടെ പകുതി, അത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ കുറച്ച് അരച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കി നമുക്ക് വേണ്ട കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ മിൽക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം തരിതരിപ്പ് ഒന്നുമില്ലാതെ തന്നെ നന്നായി അരച്ചെടുത്ത് ടേസ്റ്റ് നോക്കാം. ഉപ്പൊക്കെ വല്ല ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. സോൾട്ടഡ് ബട്ടറാണ് നമ്മൾ ഇതിൽ ആദ്യം ചേർക്കുന്നതെങ്കിൽ ഉപ്പ് ചേർക്കുന്നത് അത് ടേസ്റ്റ് നോക്കിയതിന് ശേഷമേ പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കാവുള്ളൂ. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള മയോണൈസ് നമുക്കിവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. താങ്ക് യു.